ഓൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. ഏതെല്ലാം ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് ഇന്നലെ നമ്മൾ മെമ്മറിയുടെ അസൈൻമെൻറ്റ്സ് ചെയ്തായിരുന്നു. നിങ്ങൾ കുറച്ച് അസൈൻമെൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അതൊന്ന് തറവാകാൻ വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, നിങ്ങൾ 1500 MB എന്ന് പറയുന്നത് എത്ര GB ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. 1500 MB ഈക്വൽ ടു എത്ര GB. പിന്നീട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 1893 MB എന്ന് പറയുന്നത് എത്ര GB ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 250 GB എന്ന് പറയുന്നത് എത്ര TB ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. 250 GB എന്ന് പറയുന്നത് എത്ര TB ആണെന്ന് കണ്ടുപിടിക്കുക. ഈ എക്സാമ്പിളും കൂടെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അത് ചെയ്തതിന് ശേഷം ഇന്നത്തെ സെഷൻ്റെ നോട്ട് എഴുതുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ഉള്ളതെന്ന് കണ്ടായിരുന്നു. എങ്കിലും നമ്മളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാണ്. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൻ്റെ ഒരു PPT ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതിൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രോഗ്രാമിൻ്റെയും സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ ഒക്കെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനൊക്കെ പല ഡെഫിനിഷൻ കണ്ടാണ്. എന്നാലും സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഡിസ്ക്രൈബിംഗ് ദ പ്രോഗ്രാംസ് ആൻഡ് ഹൗ ദേ ആർ ടു ബി യൂസ്ഡ്. അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമുകളുടെ കളക്ഷനാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ജനറലി പറഞ്ഞു തന്നത് അല്ലേ. അത് കറക്റ്റാണ്. പക്ഷേ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോഴോ നമ്മളുടെ ആ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ മാത്രമല്ല കാണുന്നത്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള പ്രൊസീജിയർ അടങ്ങിയ ഡോക്യുമെൻറ്റ്സ് കാണും. അതുപോലെ തന്നെ മാനുവൽസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും കൂടി ചേർന്ന ആ ഒരു പാക്കേജിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. പ്രോഗ്രാമിൻ്റെ ഡെഫിനിഷനുണ്ട്. സോഫ്റ്റ്വെയറിനെ നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജ് എന്നും പറയാറുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ പാക്കേജ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ പെർഫോമിങ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ് കേട്ടോ. നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസ് ആ ഒരു സോഫ്റ്റ്വെയറിന് കാണും അല്ലേ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിങ് പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡിനെ പ്രോസസ്സ് ചെയ്യുക, സേവ് ചെയ്യുക എന്നൊക്കെയുള്ള പർപ്പസ് ആയിരിക്കും അതിന് ഉള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു VLC എന്തെങ്കിലും ഒരു വീഡിയോ കാണാൻ വേണ്ടി ഒരു പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതെന്താ, വീഡിയോ പ്ലേ ചെയ്യുക എന്ന ഫങ്ഷനാണ് ആ സോഫ്റ്റ്വെയറിന് ഉള്ളത്. ഓക്കെ. ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇതിലെ ലാസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അത്ര ക്ലിയർ അല്ല. ലാസ്റ്റ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഹാർഡ്വെയർ നമുക്ക് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യേണ്ട വരുന്നില്ല. നമുക്ക് പുതിയ അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ, മെമ്മറിയൊക്കെ കൂട്ടണമെങ്കിൽ മാത്രമേ ഹാർഡ്വെയർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. അതായത് വൺ ടൈം എക്സ്പെൻസ് ആണ് ഹാർഡ്വെയറിൽ. സോഫ്റ്റ്വെയർ അങ്ങനെയല്ല, എപ്പോഴും അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കും. പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതത്ര ക്ലിയർ ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയറിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ആണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ കാണുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഈ 2 ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമുക്ക് ഡെഫിനിഷൻ നോക്കാം.
സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആർ softwares എന്നോ കേട്ടോ, softwares are designed to control the operation and extend the processing capability of a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷനാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആർ ഡിസൈൻഡ് ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസറിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ യൂസർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏതെങ്കിലും ഒരു പ്ലെയർ VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തു. VLC പ്ലെയർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കാരണം എന്താ, നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി ആ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിയും അതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ആ പർപ്പസ് മീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ അതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. അത് നമ്മുടെ സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് 98% സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്സ് ദ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽപ്സ് ഹാർഡ്വെയർ കമ്പോണൻസ് വർക്ക് ടുഗദർ ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഇതിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുന്നു. പിന്നെ നമുക്ക് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് MS ഓഫീസിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. MS ഓഫീസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സോ മെനി സോഫ്റ്റ്വെയർസ്. MS ഓഫീസിൻ്റെ ഉള്ളിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, അതൊരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി. മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. മൈക്രോസോഫ്റ്റ് ആക്സസ്, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്താലും അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങളെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫങ്ഷനായിട്ട് തന്നെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഹെൽപ്പ് ഹാർഡ്വെയർ കമ്പോണൻസ് വർക്ക് ടുഗദർ. രണ്ടാമത്തേത് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ പോയിൻ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി നമ്മളൊരു ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ മാത്രമേ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ കോഡ് ചെയ്യുമ്പം നിങ്ങൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാം ഭാവിയിൽ അല്ലേ. നിങ്ങളെന്താ ഓൾറെഡി ഉള്ളൊരു സിസ്റ്റത്തിൽ കോഡ് ചെയ്താണ് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതിൻ്റെ ബേസ് ആയിട്ടൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. ഓക്കെ, ആ പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. 2-3 പോയിൻറ്റ്സും കൂടി ഉണ്ട്. ഈ ഒരു പോയിൻറ്റിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് 2-3 പോയിൻ്റ് കൂടെ പറയുകയാണ്. ഈ പോയിൻ്റ് നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്, ഒന്ന്, മോണിറ്റേഴ്സ് എഫക്റ്റീവ് യൂസ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ റിസോഴ്സസ് സച്ച് ആസ് CPU, മെമ്മറി, പെരിഫറൽസ് എക്സെട്ര. അത് നോട്ടിലേക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മോണിറ്റേഴ്സ് എഫക്റ്റീവ് യൂസ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ റിസോഴ്സസ് സച്ച് ആസ് CPU, മെമ്മറി,
പെരിഫറൽസ് എക്സെട്ര. ഓക്കെ, പെരിഫറൽസ് എന്ന് പറയുന്നത് ജനറലി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെല്ലാം നമ്മൾ പെരിഫറൽ എന്നാണ് ജനറലി ഒരു പേര് വിളിക്കുന്നത് കേട്ടോ. അതായത് സിസ്റ്റത്തിൻ്റെ പെരിഫറയിലുള്ള സാധനങ്ങൾ. നെക്സ്റ്റ് പോയിൻ്റായിട്ട് അതിൽ ഫങ്ഷൻ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ആൻഡ് കൺട്രോൾസ് ഓപ്പറേഷൻസ് ഓഫ് പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് പ്രിൻറ്റേഴ്സ്, ഡിസ്ക്, ടേപ്പ് എക്സെട്ര കേട്ടോ. ഇത്രയും ഫങ്ഷണാലിറ്റി ഒന്ന് നിങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഈ ഡെഫിനിഷൻ പറയുക, ഫങ്ഷണാലിറ്റീസ് പറയുക, അതിനുശേഷം ഒരു ജനറൽ പോയിൻ്റ്, അതായത് പ്രോഗ്രാംസ് ഇൻക്ലൂഡഡ് ഇൻ എ സിസ്റ്റം സോഫ്റ്റ്വെയർ പാക്കേജ് ആർ കോൾഡ് സിസ്റ്റം പ്രോഗ്രാംസ് എന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നവരെ സിസ്റ്റം പ്രോഗ്രാമേഴ്സ് എന്ന് പറയും. ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ സം ഓഫ് ദ കാറ്റഗറീസ്, സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ചില കാറ്റഗറീസ് നമുക്ക് കാണാം. ഇവിടെ എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. സം ഓഫ് ദ കോമൺ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്പർ ഇട്ട് തന്നെ ഓർത്ത് വയ്ക്കണം കേട്ടോ. സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, തേർഡ് വൺ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആൻഡ് ഫോർത്ത് വൺ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ ഇത്രയും സോഫ്റ്റ്വെയർസ് ആണ്, മെയിൻലി ഇത്രയും കാറ്റഗറീസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി 1-2 പോയിൻറ്റ്സൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ എഴുതുക. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ takes care of effective and efficient utilization of all hardware and software components of a computer system. Okay, operating system software takes care of effective and efficient utilization of all hardware and software components of a computer system. Next, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കമ്പൈലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അസംബ്ലേഴ്സ് ഒക്കെ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർ കാറ്റഗറിയിലാണ് വരുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ഫോം ദ ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർഡ് ബൈ പ്രോഗ്രാമേഴ്സ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻറ്റു എ ഫോം ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ എ കമ്പ്യൂട്ടർ സിസ്റ്റം കേട്ടോ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് വിൻഡോസ്, ലിനക്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ് ഒക്കെ എഴുതാം കേട്ടോ. ഇൻ്റർപ്രിറ്ററൊക്കെ എഴുതാം. അടുത്തത് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ്. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ, അതായത് ഒരു സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അങ്ങനത്തെ ഫങ്ഷണാലിറ്റീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ എല്ലാം നമുക്ക് യൂട്ടിലിറ്റി പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മളുടെ ഒരു ഫോൾഡർ ഉണ്ട്, അതിന് ഒരുപാട് സൈസ് കൂടുതലാണെങ്കിൽ നമ്മളതിനെ സൈസ് ചെറുതാക്കാൻ വേണ്ടി സിപ്പ് ചെയ്യും, കംപ്രസ് ചെയ്യും. അപ്പം അതിൻ്റെ സ്പേസ് കുറയും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആണ്. ആ സോഫ്റ്റ്വെയർസൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്കിനുള്ള പ്രോഗ്രാംസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ യൂട്ടിലിറ്റി, അത് നമ്മുടെ ആൻറ്റി വൈറസുകൾ, അതുപോലെ തന്നെ കംപ്രസിങ് സോഫ്റ്റ്വെയർസ്, അതുപോലെ എന്താ പറയുക, നമ്മളുടെ ഫോർമാറ്റിംഗ്, ഹാർഡ് ഡിസ്കിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, അതൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി പ്രോഗ്രാമിൻ്റെ ഒരു ഡെഫിനേഷൻ എഴുതിക്കോളാം. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആർ എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക് ആൻഡ് ഇൻ പെർഫോമിംഗ് ടാസ്ക് ഓഫ് റൂട്ടീൻ നേച്ചർ. Some tasks commonly performed by utility programs include formatting of hard disk, taking backup of files stored on hard disk,
സ്റ്റോറിങ് ഓഫ് റെക്കോർഡ്സ് ഇൻ എ ഫയൽ ബേസ്ഡ് ഓൺ സം കീ ഫീൽഡ്സ് എക്സെട്ര കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കിലോട്ടൊന്ന് പോയി ഡെഫിനിഷൻ എഴുതിയെടുക്കുക. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ആൻറ്റിവൈറസ് എക്സാമ്പിൾസ് ആണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, കംപ്രസിങ് സോഫ്റ്റ്വെയർസ് എക്സാമ്പിളാണ്, അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറീസ്. നമുക്ക് ഒരു നോർമൽ യൂസറിന് ഉപയോഗമില്ലാത്ത എന്നാൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി ആയിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന, സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ വന്നാൽ മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയൊക്കെ നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാം കാറ്റഗറിയിലാണ് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.